ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ കൂട്ടിവരുത്തിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മീയ ഭോജനം ഇന്ന് രാത്രി നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം എടുത്തുകൊണ്ട് പരസ്യമായിട്ട് നിൽക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും പ്രാഗൽഭ്യവും വചനവും നൽകിത്തന്ന നല്ല കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത ദൈവസഭയിൽ ഒരു അംഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത ദൈവസഭയിൽ ഒരു ശുശ്രൂഷകനാകുവാൻ ഭാഗ്യം ലഭിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത ദൈവസഭയുടെ പിറവം സെൻട്രലിൻ്റെ ശുശ്രൂഷകനായിരിക്കാനും കർത്താവ് സഹായിച്ചതിൽ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയിൽ കൈത്താങ്കൽ തന്നിട്ടുള്ള, പ്രാർത്ഥിച്ച് സഹായിച്ചിട്ടുള്ള, പ്രോത്സാഹനം തരുന്ന, സ്നേഹിക്കുന്ന അനുഗ്രഹീത നേതൃത്വത്തിനായിട്ട്, ദൈവദാസന്മാർക്കായി, കൂട്ടുവേലക്കാർക്കായി, പ്രാർത്ഥനാ സഹകാരികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നമ്മുടെ സഭയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന, ജനറൽ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസന്മാർക്കും, കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ നേതൃത്വം വഹിക്കുന്ന ദൈവദാസന്മാർക്കും, വിവിധ സംസ്ഥാനങ്ങളുടെയും റീജിയൻ്റെയൊക്കെ ചുമതല വഹിക്കുന്ന കർത്തൃദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വളരെ ബഹുമാനത്തോടുകൂടെ വന്ദനം പറയുകയും ചെയ്യുന്നു. നമുക്കിന്ന് രാത്രിയിൽ വളരെ ശക്തമായ ദൂതുകളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ബഹുമാന്യനായ ഫിലിപ്പി തോമസ് സാർ, KC തോമസ് സാറിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കർത്താവ് നമുക്ക് തന്നു. അത് വ്യക്തിപരമായി എനിക്ക് അനുഗ്രഹമായിരുന്നു. അങ്ങനെ നല്ല ബോധ്യമുള്ളവർ മാത്രം കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. തുടർന്ന് അല്പസമയം കൂടെ നാം വചനം ധ്യാനിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന ഈ പേര് ഈ ദിവസങ്ങളിൽ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു. അത് തന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ ആരംഭമാണ്. ഒരുപാട് അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു നാമമാണ് അത്. പണ്ടൊരു സഭയിൽ ചോദിച്ചു, അവിടുത്തെ ഒരു മെമ്പറോട് ചോദിച്ചു, നിങ്ങളുടെ എവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങളുണ്ടോ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ഉണ്ട്. എപ്പോഴാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, യോഗം തീരുമ്പോഴാന്ന് പറഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും, ഇങ്ങനെ മാത്രം കേട്ടിരുന്ന ഒരു നാമമാണിത്. എന്നാൽ ഒരു മാറ്റം വന്നു തുടങ്ങി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കാനും, കൂടുതൽ മനസ്സിലാക്കാനും, കൂടുതൽ ആഗ്രഹിക്കാനും, കൂടുതൽ ആസ്വദിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരു ഉണർവിൻ്റെ ആരംഭം എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആ വെളിപ്പെടൽ എന്ന ഒരു ചിന്ത, ഒരാശയമാണ് ഈ പകലും രാത്രിയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്, മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത് എന്നിലൂടെയാണ്, നിങ്ങളിലൂടെയാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരികയും അങ്ങനെ നമ്മിൽ നിന്ന് അത് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുമ്പോഴാണ് ലോകം പരിശുദ്ധാത്മാവിനെ കാണുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെയും അതിൻ്റെ സ്വഭാവത്തെയും അതിൻ്റെ ശക്തിയെയും അതിൻ്റെ ഫലത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഈ തലമുറയിൽ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ പാവപ്പെട്ട നമ്മളെ ദൈവം തിരഞ്ഞെടുത്തല്ലോ. ദൈവത്തിൻ്റെ ദയയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതെ, ഇന്ന് രാത്രിയിലും അതിൻ്റെ മറ്റൊരു വശം ലളിതമായ ഒരു തിരുവചനത്തിലൂടെ നമുക്ക് ധ്യാനിക്കാം. വചനം വായിക്കുന്നു. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്ന് നോക്കുകയും കുറിച്ചെടുക്കുകയും ചെയ്യാവുന്ന വിധത്തിൽ ഒരു 6-7 കാര്യങ്ങൾ ഇന്ന് രാത്രി പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള 2-3 വാക്യങ്ങളാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ
ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അതെ, ഒരിക്കൽ കൂടെ 37-38 വായിച്ചാട്ട്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. വീണ്ടും ഈ പറഞ്ഞ കാര്യത്തെ വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെ പഴയ നിയമത്തിലുണ്ട്. അത് എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. അതും കൂടെ വായിക്കാം. 1-2-3 വാക്യം കൂടുതൽ വായിക്കാനുണ്ട്. ക്ഷമയോടെ കേട്ടാലും. എസെക്കിയേൽ 47-ന്റെ 1 മുതൽ 12 വരെ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന്റെ തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുവന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലത്തുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളം ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നത് കൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിന്റെ കരയിൽ ഏൻ ഗരി മുതൽ ഏൻ എഗ്ലയും വരെ മീൻ പിടിക്കാർ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെയും വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. എന്നാൽ അതിന്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാന്തക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. കർത്താവായ യേശു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞെന്ന് താഴെ എഴുതിയിരിക്കുന്നു. അടുത്ത വാചകം, കുടിക്കുന്നവന്റെ ഉള്ളിൽ നിന്നല്ല, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ കുടിക്കാൻ ഉദ്ദേശിച്ചത് വിശ്വസിക്കുക, പ്രാപിക്കുക, അനുഭവിക്കുക എന്ന അർത്ഥമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായി നമുക്ക് കുടിക്കാം, നമുക്ക് അനുഭവിക്കാം. പ്രായം, സ്ഥാനമൊന്നും അതിന് വിഷയമല്ല. ഇന്ന് രാത്രിയിലും അത് നമുക്ക് സാധിക്കും. എന്നാൽ അടുത്ത അനുഭവം അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. ഇവിടെ ഇതാ ഒരാലയം, എസെക്കിയേൽ 47 ഒരാലയം.
ആലയത്തിന്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകുക. അങ്ങനെ വെള്ളം ഒഴുകിയാൽ അത് ഭയങ്കര ഒഴുക്കാം. അങ്ങനെ ഒഴുകിയാൽ കെട്ടിടം നിൽക്കത്തില്ല. അപ്പൊ അത് സാധാരണ വെള്ളം അല്ല, അതൊരു ആത്മീയ വെളിപ്പാടാണ്. വെള്ളം ഇങ്ങനെ ഒഴുകുക, ഭയങ്കര വെള്ളം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ മൊത്തം വെള്ളമാണ്. അങ്ങനെയാണ് ആ കെട്ടിടത്തിന്റെ ആയുസ് അപകടത്തിലാണ്. അപ്പൊ അതൊരു വെള്ളത്തിൽ പണിത കെട്ടിടമാണോ? അങ്ങനെ കെട്ടിടം പണിയാൻ പറ്റില്ല. അപ്പൊ അത് വെള്ളമല്ല. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന വെള്ളവും ആലയവും ആത്മീയമാണ്. അങ്ങനെയാണെങ്കിൽ ആ ആലയം നമ്മളാണെന്ന് വരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അങ്ങനെയാണെങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനത്തിലൂടെ ലോകം എങ്ങനെ നമ്മെ കാണും, പ്രത്യക്ഷപ്പെടുത്താം എന്നുള്ള ചില സന്ദേശങ്ങൾ, ദൂതുകൾ ഈ അധ്യായത്തിൽ നിന്ന് വ്യക്തമാക്കാം. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. ഞാൻ ഈ യോഗത്തിന്റെ ഉദ്ഘാടന രാത്രിയിൽ ഈ പന്തലിന്റെ മധ്യഭാഗത്ത് വന്നിരുന്നു. ഇച്ചിരി വൈകിയാണ് പിറവത്തുനിന്ന് വന്നത്, കാരണം അവിടെ അങ്ങ് ഇരുന്നു. ഞാൻ ശ്രദ്ധിച്ചു, വളരെ പെട്ടെന്ന് ഏറ്റെടുക്കുകയും വളരെ പെട്ടെന്ന് ദൈവത്തെ സ്തുതിക്കുകയും വളരെ പെട്ടെന്ന് ആത്മനിറവിലേക്ക് ജനം നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവം ഞാൻ കാണുകയുണ്ടായി. പല സ്ഥലങ്ങളിലും യോഗത്തിന് പോയാൽ സ്തോത്രം ചെയ്യാനുള്ള ഒരുപാട് പ്രോത്സാഹനം പ്രസംഗികർ കൊടുക്കേണ്ട ഗതി ചില സ്ഥലങ്ങളിൽ വരുന്നു. എന്നാൽ ഇവിടെ ഒരു മാറ്റം ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക്, ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒന്നുകൂടെ തുറന്നങ്ങ് പറഞ്ഞാൽ, സ്തുതിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ടാത്ത ഒരു നിലയിലേക്ക് IPCക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചില നല്ല ഗുണങ്ങളുണ്ട്. ഒരു ഹല്ലേലൂയ സ്തോത്രമൊക്കെ ഉറക്കെ പറയുന്നത് ഒരു മോശം കാര്യമല്ല എന്ന് ഒരു അഭിമാനമുള്ള കാര്യമാണെന്ന് വന്നു. ഈ ഭാഗത്ത് ഏതോ ഒരു അച്ചായൻ ഭയങ്കര ഒച്ച പറയുന്നുണ്ട്. ഈ ചെറുവക്ക കൺവെൻഷന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞ ഒരാൾക്ക് അവാർഡ് കിട്ടി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്റെ വീഡിയോ എടുത്ത് ജോൺസൺ ദാനിയൽ പാസ്റ്റർ തന്റെ ജോലി താനായിരിക്കുന്ന അമേരിക്കയിലൊക്കെ പലർക്കും കൊടുത്തു. അപ്പോൾ ഈ ആരാധനയിൽ ഫ്രണ്ടിൽ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളെ അവരെല്ലാം കണ്ടു. ആ ആൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞ ഒരു തുക കൊടുത്തെന്ന് അന്ന് അവിടെ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ കൊടുത്താൽ കിട്ടുന്ന പലരും ഇന്നിപ്പോ ഇവിടെ ഇരിപ്പുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് പോയാൽ മതി. നിങ്ങൾക്ക് സ്തുതിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അങ്ങ് സ്തുതിച്ചോണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് പറയാൻ ഇന്നിപ്പോ താല്പര്യപ്പെടുന്നില്ല. അപ്പോ ആലയത്തിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. അതെ, ആ ആലയം ഞാനാണ് എന്ന് ഓരോരുത്തരും പറയണം. ആ ആലയം ഞാനാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ആലയത്തിന് എന്താ പ്രത്യേകത? വാക്യം ഇങ്ങനെ പറയുന്നു, 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഒരു വീട് പണിതു, ഒരു പുതിയ വീട് പണിതു. ഡോക്ടർ KC മാമൻ എന്ന മതിലിൽ എഴുതി വെച്ചു. പക്ഷേ താമസം തുടങ്ങിയിട്ടില്ല. ആ ദിവസങ്ങളിലൊക്കെ ഒരു രോഗി അവിടെ വന്ന് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ? പറ്റുകയില്ല. ബോർഡ് ഉള്ളത് കൊണ്ട് അത് ഡോക്ടറുടെ വീടാകുകയില്ല. ഡോക്ടർ എന്ന് അവിടെ വരുന്നോ അന്ന് തൊട്ട് അവിടെ രോഗിയും വരാൻ തുടങ്ങും. ശരിയാണല്ലോ? ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരമായത് ബാബു ചെറിയാൻ എന്ന പേരിട്ടപ്പോഴല്ല, തിരിച്ചറിയൽക്കാരുടെ പേര് വന്നപ്പോഴല്ല, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമായത്. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ടെമ്പിൾ ഓഫ് ഗോഡ് ആയത്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമായത്. എന്നാൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ അശുദ്ധരായിരുന്നപ്പോൾ, നിങ്ങൾ പോരായ്മയുള്ളവരായിരുന്നപ്പോൾ, കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധ അരൂപി നമ്മുടെ അകത്തേക്ക് വന്നെങ്കിലും നമ്മൾ അശുദ്ധിയിൽ തുടർന്നാൽ പരിശുദ്ധ അരൂപി നമ്മിൽ നിൽക്കുകയില്ല. അതുകൊണ്ട് കൊരിന്ത്യരോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അറിയുന്നില്ലാത്ത പോലെ തോന്നി. അവരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ, അവരുടെ ഭാഷ കേട്ടപ്പോൾ, അവരുടെ സ്വഭാവം കണ്ടപ്പോൾ
ദൈവത്തിന്റെ ആത്മാവ് ചർച്ചിലാണ് ഇരിക്കുന്നതെന്ന ഇവരുടെ ധാരണ എന്ന് പൗലോസിന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ചിൽ വന്ന ആദ്യത്തെ അരമണിക്കൂർ പാട്ടുപാടി കഴിയുമ്പോഴാണ് ഈ ഹോളി സ്പിരിറ്റ് വരുന്നത് എന്ന ഒരു തെറ്റായ ധാരണയിലേക്ക് അന്നത്തെ ജനം മാറി. ഇന്നും മാറിയിട്ടുണ്ടെങ്കിൽ തിരുത്തപ്പെടണം. ദൈവത്തിന്റെ ആത്മാവ് പാടുമ്പോഴല്ല വരുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചറിവ. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന തിരിച്ചറിവ് നിങ്ങളെ വ്യത്യസ്തനാക്കും. നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഒരു വിശുദ്ധിയുടെ പവർ ഉണ്ടാകും. നിങ്ങളുടെ ഭാഷയിലും പരിശുദ്ധാത്മാവിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഈ അവയർനെസ് നമുക്കുണ്ടാകട്ടെ. നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് പറയുമ്പോഴും ഈ ചിന്ത നിങ്ങളുടെ അകത്ത് വരും, അങ്ങേര് കേൾക്കരുത്, ഇല്ലേ? അപ്പൊ നമ്മുടെ ഒരു ഫ്രീഡം പോവുക ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ. ഇതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന ചിന്ത നിങ്ങളെ വ്യത്യസ്തനാക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന ചിന്ത നിങ്ങളെ വ്യത്യസ്തനാക്കും. നോക്കൂ, ആലയം എന്ന ചിന്തയിൽ അടുത്തത് ആ അവയർനെസ് വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. ഈ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനൊരു സംഭവം ഉണ്ടോ? ഈ വർഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസംഗമുണ്ട്, ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഉപദേശി പ്രസംഗിച്ചതാ. പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ പൊതുവിൽ പോകുന്നവരല്ലേ, ചെല്ലുന്നിടത്തെല്ലാം ഇതിനെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെത്താൻ ശോധന ചെയ്യണ്ട, കറുത്ത മനുഷ്യ എടുക്കാം എന്നൊക്കെ പറഞ്ഞു ആകെ കൺഫ്യൂഷൻ ആക്കിയ ഒരു പ്രസംഗം. ഇപ്പം ഒരു 40 വയസ്സിൽ താഴെയുള്ള ആളുകളെല്ലാം ഫേസ്ബുക്കും മറ്റു കാര്യങ്ങളിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. കുറ്റമായിട്ടല്ല പറയുന്നത്, ആ യുഗം അങ്ങനെയാ. അപ്പൊ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ കമ്പ്യൂട്ടറാണ് ഇപ്പൊ കൂടുതൽ സൗകര്യം. അപ്പൊ ഇതിനകത്തൂടെ ഒരു പറ്റം ചെറുപ്പക്കാരെ വശീകരിച്ചു കഴിഞ്ഞു. വിശുദ്ധ ജീവിതം എന്നൊന്നില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുക. കൃപയാൽ രക്ഷിക്കപ്പെട്ടതിനാൽ പിന്നെ ശിക്ഷയില്ല എന്ന ചിന്തയിലേക്ക് പോവുക. പ്രിയരെ, വേദപുസ്തകം അങ്ങനെ അല്ല പറയുന്നത് കേട്ടോ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. പൊട്ടച്ചൊല്ല് കളിവാക്കി ഇങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വിശുദ്ധ ജീവിതം ഇല്ലാത്ത ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കുമോ? ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 1-2 കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതല്ല. ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറയാം, ഞാൻ വെള്ളയല്ലാതെ ഇടുകയില്ല, നല്ലൊരു കാര്യം അത്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ വിശുദ്ധനൊന്നും ആകുന്നില്ല. ഞാൻ പച്ചക്കറിയേ കഴിക്കുള്ളൂ, വളരെ നല്ല അസുഖം കുറഞ്ഞിരിക്കും, പക്ഷെ അത് മാത്രം വിശുദ്ധിയാകുന്നില്ല. ഒരു ഉദാഹരണം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ ഒരു പെട്രോൾ ബങ്കിൽ ഒരാൾ പെട്രോൾ അടിക്കുക. അയാൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോ, വർഷങ്ങൾക്ക് മുമ്പല്ലേ, അന്ന് ലോകത്ത് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും വലിയ വില കൂടിയ ഒരു ക്യാമറ ഈ പമ്പിന്റെ ഉടമസ്ഥൻ അന്നേരം അത് കൈവച്ച് കണ്ടോണ്ടിരിക്കുക, ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുക. പെട്ടെന്ന് ഇദ്ദേഹത്തിന് പെട്രോൾ കൊടുക്കേണ്ട ആവശ്യത്തിന് സഹായിക്കാൻ വന്നപ്പോ ഈ വില കൂടിയ ക്യാമറ തറ വെക്കുന്നത് എങ്ങനെയാ? പിങ്ങേരുടെ കാർ ഇന്നത്തെ പോലെ ചില്ല് കയറ്റിയിട്ടിരിക്കുകയല്ല. അപ്പൊ അതിനകത്തോട്ടങ്ങ് വെച്ചു, കാറിനകത്തോട്ടങ്ങ് വെച്ചു, വെച്ച് പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ചു കഴിഞ്ഞ് പൈസ കൊടുത്തു, കാർ വിട്ടുപോയി. അന്ന് ആ ക്യാമറ ആളുകൾക്കില്ല, വളരെ വില കൂടിയ ക്യാമറയാ. ഈ മനുഷ്യനും ഭാര്യയും കൂടെ കുറേ ദൂരം പോയി. ഇയാൾ ഇവിടെ കിടന്ന്, ഫോണില്ലല്ലോ, മൊബൈലില്ലല്ലോ, ഇയാൾ ക്യാമറ പോയി, ഇയാൾ ക്യാമറ തപ്പുക, എവിടെയാ വെച്ചെന്ന് അറിയത്തില്ല. വളരെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനും ഭാര്യയും കൂടെ ഓണടിച്ച് വേഗം പമ്പിലേക്ക് തിരിച്ചു വന്നു. അവരുടെ പറഞ്ഞു, എന്റെ വണ്ടിയിൽ ഒരു ക്യാമറ ഇരുന്ന് കിട്ടി,
എന്റേതല്ലിത്, ഞാൻ ആകെ നിർത്തിയ സ്ഥലം ഈ പമ്പ, അതുകൊണ്ട് ഇവിടുത്തേതാണോ? പമ്പുകാരൻ അങ്ങ് സന്തോഷം കൊണ്ട് ഇയാളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഏതായാലും നിങ്ങളെപ്പോലെ ഒരു നല്ല മനുഷ്യനെ എൻ്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണം, പ്ലീസ് ഒന്ന് ഇറങ്ങി നിന്നേ, എനിക്കിത് പത്രത്തിൽ കൊടുക്കണം. അപ്പൊ ഈ മനുഷ്യൻ കാല് പിടിക്കുക, പ്ലീസ് ഫോട്ടോ എടുക്കരുത്, പ്ലീസ് ഫോട്ടോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, അയ്യോ ഫോട്ടോ എടുക്കരുത്. അതെന്താ ബ്രദർ, ഇത്രയും നല്ല കാര്യം ചെയ്ത ഒരു മനുഷ്യനെ എല്ലാ പത്രത്തിലും വരട്ടെ, ലോകം അറിയട്ടെ, പ്ലീസ് എടുക്കരുത്, അയ്യോ എടുക്കരുത്, എടുക്കരുത്. ഇതെന്താ? അപ്പോ ചെവിയിൽ ഏതാണ്ടൊന്ന് പറഞ്ഞു. ചെവി പറഞ്ഞത് പിന്നെ വെളിയിൽ വന്നു, കൂടെ ഉള്ളത് ഭാര്യയല്ല. പുള്ളി ക്യാമറയുടെ കാര്യത്തിൽ വിശ്വസ്തനാ. വേറൊരാളുടെ ക്യാമറ അല്ല, മൊബൈൽ, ഒരു സാധനം എടുക്കുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചെറിയ പരിപാടി ഇടയ്ക്കുണ്ട്. അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ കറങ്ങി നടക്കുക. ഏതാ വലിയ പാപം? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാം. ആ മരം വേറൊരാൾ പറഞ്ഞു പോയിട്ട് വേണ്ടെന്ന് വിഷയം വിട്ടിരിക്കുന്നു. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അമിത പ്രാധാന്യം കൊടുക്കുന്നതല്ല, ഏതെങ്കിലും ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് വലിപ്പപ്പെടുത്തി കാണിക്കുന്നതല്ല, കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാതെ വണ്ണം മനസ്സിൽ ഒരു രജിസ്ട്രേഷൻ ഉള്ളവനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവത്തിന്റെ ആലയം എന്ന ചിന്ത നമുക്ക് തരുമ്പോൾ വിശുദ്ധ ജീവിതം എന്ന ചിന്ത നമ്മെ ഭരിക്കട്ടെ. അത് ഭാര്യയോട് ഇടപെടുമ്പോൾ, മക്കളോട് ഇടപെടുമ്പോൾ, ബിസിനസ്സിൽ ഇടപെടുമ്പോൾ, ചർച്ചിൽ ആയിരിക്കുമ്പോൾ, മറ്റു കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, സാമ്പത്തിക കാര്യത്തിൽ കൈനീട്ടുമ്പോൾ, വിശുദ്ധ ജീവിതം എന്നത് അതിപ്രധാനം ആയിരിക്കട്ടെ. അത് നമ്മെ നിയന്ത്രിക്കട്ടെ, അത് നമ്മെ ഭരിക്കട്ടെ. അത് നിത്യമായും നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ പറ്റിയ കാര്യമാണ്. മറക്കല്ലേ, വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ചില കാര്യങ്ങളിൽ അമിത പ്രാധാന്യം കൊടുക്കുന്നതല്ല. സ്തോത്രം. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഈ നദിയോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ ചിന്ത, ഒരു വളരുന്ന അനുഭവം. വായിച്ചല്ലോ, ഇനി വിവരിക്കുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. നരിയാണിയോളം, മുട്ടോളം, അരയോളം നീന്തുന്ന അനുഭവം. യോഹന്നാന്റെ സുവിശേഷം 4:13 അതൊരു ഉറവയാണ്. എന്നിൽ നിന്ന് കുടിക്കുന്നതിന്റെ ഉള്ളിൽ നീരുറവ പൊങ്ങി വരും. യോഹന്നാൻ 7:37 അതൊരു നദിയായി. എസെക്കിയേൽ 47 അതൊരു വലിയ നദിയായി. ഒരു വളർച്ചയുടെ അനുഭവം ഈ ആത്മ നിറവിൻ ജീവിതത്തിൽ ഇല്ലേ? ഒരു വളർച്ചയുടെ അനുഭവം. ഇന്നലത്തെ അനുഭവമല്ല ഇന്നത്തെ അനുഭവമല്ല നാളെ. ഒരു പുരോഗമനത്തിന്റെ അനുഭവം, ഒരു വളർച്ചയുടെ അനുഭവത്തിലാണ് അഭിഷേകം നിൽക്കുന്നത്, ആത്മനിറവ് നിൽക്കുന്നത്. എന്നും ഒരിടത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മ നിറവിലേക്ക് നാം വന്നാൽ, ആ നദി നമ്മിൽ നിന്നൊഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാകും, ആത്മീയ വളർച്ച നമുക്ക് ഉണ്ടാകും. 1 കിലോ ആപ്പിൾ, 100 കിലോ ആപ്പിൾ രണ്ടും ഒന്ന് തന്നെയാണ്. ക്വാളിറ്റി സെയിമാ, പക്ഷെ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. നരിയാണിയോളമുള്ള വെള്ളവും പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, മുട്ടോളമുള്ള വെള്ളവും പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, അരയോളമുള്ള വെള്ളവും പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, നീന്തുന്ന അനുഭവവും പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചിലർ നരിയാണിയുള്ള അനുഭവത്തിൽ നിൽക്കുന്നു, ചിലർ മുട്ടോളമുള്ള അനുഭവത്തിലേക്ക് എത്തി നിൽക്കുന്നു, ചിലർ അരയോളമുള്ള അനുഭവത്തിൽ വന്നു നിൽക്കുന്നു, ചിലർ നീന്തുന്ന അനുഭവത്തിൽ വന്നു നിൽക്കുന്നു. എന്താ നീന്തുന്ന അനുഭവം? നീന്തുന്ന അനുഭവത്തിന്റെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നരിയാണിയോളമുള്ള എന്ന് പറഞ്ഞ കാലിന്റെ പാദത്തെ മാത്രം വെള്ളമുള്ള ലെവലിൽ ഒരാൾ നദിയിൽ ഇറങ്ങി നിന്നാൽ ആ വ്യക്തിയുടെ 95% പുറത്താണ്, വെള്ളത്തിന് പുറത്താണ്. വെള്ളത്തിൽ വിട്ടുകൊടുത്തിട്ടില്ല ഈ വ്യക്തി, കാല് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ 95% കാണാം, മറ്റുള്ളവർക്ക് കാണാം. എന്നാൽ മുട്ടോളമുള്ള അനുഭവമാണെങ്കിൽ ഈ വ്യക്തിയുടെ പകുതി മാത്രമേ മറ്റുള്ളവർക്ക് കാണത്തുള്ളൂ.
അരയോളമുള്ള അനുഭവമാണെങ്കിൽ ഈ വ്യക്തിയുടെ ഏതാണ്ട് 3/4 ഭാഗം കാണാം. എന്നാൽ നീന്തുന്ന അനുഭവത്തിൽ ഇയാളെ കാണാനേ മേല. ഇയാളെ കാണാനേ മേല. ഒരു അനക്കം മാത്രമേ കാണത്തുള്ളൂ. ഒന്നും ഇയാൾ ചെയ്തതായിട്ട് തോന്നത്തില്ല. എല്ലാ മഹത്വവും കർത്താവിനായിരിക്കും. എല്ലാ മഹത്വവും കർത്താവിനായിരിക്കും. ഈ സ്വയം പുകഴ്ത്താനും സ്വയം ഉയർത്താനുമുള്ള ചിന്ത ആത്മീയ അല്ല കേട്ടോ, അല്ല. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇതൊന്നും പറഞ്ഞ് ആർക്കും മനസ്സിലാകാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വയം ഉയർത്താനുള്ള ടെൻഡൻസി പരിശുദ്ധാത്മാവിൽ ഉള്ളതല്ല. ഞങ്ങളുടെയൊക്കെ ഫോട്ടോ ആളുകൾ ഇങ്ങനെ വഴി വെക്കുന്നുണ്ട്. അതിനകത്തൊരു സത്യം പറയാം. ഒരു പരിധിയിലധികം എന്നെ ഉയർത്താൻ ഞാൻ ഇൻട്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ യേശുവിനെ ഉയർത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവൻ നീന്തുന്ന അനുഭവത്തിൽ വന്നാൽ ഇവനെ കാണാനേ പറ്റത്തില്ല. 2, ഇവനിൽ നനയാത്ത ഒരു ഭാഗവും കാണുകയില്ല. പരിശുദ്ധാത്മാവിന്റെ നനവ്, പരിശുദ്ധാത്മാവിന്റെ ടച്ച് ഇല്ലാത്ത ഒന്നും ഇവനില്ല. ഇവന്റെ കണ്ണിൽ അതിന്റെ നനവുണ്ട്, ഇവന്റെ തലയിൽ അതിന്റെ നനവുണ്ട്, ഇവന്റെ തോട്ട്സിൽ അതിന്റെ നനവുണ്ട്, ഇവന്റെ ഹാർട്ടിൽ അതിന്റെ നനവുണ്ട്, ഇവന്റെ കാലിൽ അതിന്റെ നനവുണ്ട്, ഇവന്റെ നാവേൽ അതിന്റെ നനവുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇവന്റെ ഭാരം കുറഞ്ഞു. വെള്ളത്തിൽ ഇവൻ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവന് വെയിറ്റ് ഇല്ല. ഇവന്റെ മുകളിലോട്ട് ഒരു കുറെ കൂടെ വെയിറ്റ് വെച്ചാലും ഇവന് വെയിറ്റ് തോന്നത്തില്ല. നിങ്ങളുടെ ഭാരം കുറയാൻ ഒറ്റ പടിയേ ഉള്ളൂ. ആത്മാവിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. നിങ്ങൾ ആത്മാ നിറവിലായാൽ ഇന്ന് നിങ്ങളുടെ തലയിലുള്ള 2 ടൺ ഭാരം ഇന്ന് തന്നെ നിങ്ങളിൽ നിന്നങ്ങ് മാറും. അത് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരുത്തനെ കല്ലെടുത്തെറിഞ്ഞു നോക്ക്, ഒന്നും പറ്റുകയില്ല. അത് വെള്ളത്തെ കൊണ്ടിട്ട് അങ്ങ് പോകും. അതേ കല്ല് കരയ്ക്ക് നിൽക്കുന്ന ഒരുത്തനെ എറിഞ്ഞാൽ തല പൊട്ടി അവൻ വീഴും. ഇന്ന് രാത്രി വിളിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയാം, നിനക്കെതിരെ വന്ന പല കല്ലുകളും നിന്നെ പണ്ടേ മോർച്ചറി കയറ്റേണ്ടതായിരുന്നു. എന്നാൽ ഒരു അഭിഷേകം നിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നതിനാൽ പല കല്ലുകളും തെന്നിപ്പോയി. നിന്നെയും നിന്റെ തലമുറയെയും കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിത്തിരിച്ച ശത്രുവിന്റെ അമ്പുകൾ നിനക്ക് തേശാതെ വന്നത് അഭിഷേകത്തിൽ മറഞ്ഞു നിന്നതുകൊണ്ടാ. മുങ്ങിക്കിടന്നു ദുഷ്ടന്റെ അമ്പുകൾ തെന്നിപ്പോകും, നിനക്ക് കേൾക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ കാര്യം, ഈ നദിയുടെ ആരംഭം തീരെ ചെറിയൊരാരംഭമാണ്. പക്ഷെ അവസാനം വന്നപ്പം ഭയങ്കര കാര്യങ്ങളാണ്. വായിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ, വൃക്ഷങ്ങള്, ഫലങ്ങള് എല്ലാം ഭയങ്കര സംഭവങ്ങളാ. തുടക്കം ചെറുതാ, ഒടുക്കം വലുതാ. ഇത് പരിശുദ്ധാത്മാവിനാൽ ആരംഭിച്ചതാണ്. ഇതിന്റെ അവസാനം ആരംഭത്തേക്കാൾ നന്നായിരിക്കും. വ്യക്തികളുടെ അനുഭവം അത് അങ്ങനെ ആകട്ടെ, സഭകളുടെ അനുഭവം അങ്ങനെ ആകട്ടെ, കുടുംബങ്ങളുടെ അനുഭവം അങ്ങനെ ആകട്ടെ, ശുശ്രൂഷകന്മാരുടെ കാര്യവും അങ്ങനെ ആകട്ടെ. ഇത് ചെറുതായിട്ട് ആരംഭിച്ചു, പക്ഷേ നീ അറിയുന്നില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യമാ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അവിടെ ഇല്ലാതിരുന്ന ചിലതുണ്ടായി വന്നു. പോയപ്പോ കണ്ടില്ല, തിരിച്ചു വന്നപ്പോൾ അവിടെ എല്ലാം വൃക്ഷം നിൽക്കുക. ഇല്ലാത്ത ചിലതുണ്ടായി വരും. ആത്മനിറവിൻ ജീവിതത്തിൽ ചലിക്കാത്തത് ചലിക്കാൻ തുടങ്ങുന്നു. വിഷാംശം മാറുന്നു, പഥ്യമായി തീരുന്നു. പൊല്യൂഷൻ ആണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. പ്ലാസ്റ്റിക്കിന്റെ മറ്റും ഉപദ്രവമൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ വാക്കുകളിലൂടെ വരുന്ന പൊല്യൂഷൻ ഭയങ്കരമാണ്. ആളുകളെ മുറിക്കുന്ന, വേദനിപ്പിക്കുന്ന, തകർക്കുന്ന വാക്കുകൾ അതികഠിനമാ. ഇതിന്റെ നടുവിൽ അഭിഷേകം പ്രാപിച്ചവർ എഴുന്നേൽക്കുമ്പോൾ അന്തരീക്ഷം പഥ്യമായി മാറും. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ കാര്യം, ഫലകരമായ ജീവിതം. ഫലം. വൃക്ഷം
ഫലം കായ്ക്കുന്നു, ബലം കായ്ക്കുന്നു. ഈ ആത്മനിറവിൻ ജീവിതം എങ്ങനെയാ വെളിപ്പെടുത്തുന്നേ? അന്യഭാഷയും ദൈവശക്തിയും അത്ഭുതങ്ങളും എല്ലാം നമ്മളിപ്പോൾ കേട്ടോണ്ടിരുന്നത് അതെല്ലാം സത്യമായിരിക്കുമ്പോൾ തന്നെ അതെല്ലാം ചുരുങ്ങിയ മിനിറ്റിലെ കാര്യമാണ്. എന്നാൽ ബലമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നത്. ഫലം കൊണ്ട് വൃക്ഷത്തെ അറിയാം. നമ്മൾ ഈ ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ രണ്ടു വശവും ധ്യാനിക്കണം. വരമാണോ ഫലമാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ ഫലമാ പ്രധാനം. വരം ദൈവം തന്നതാ, ഫലം നമ്മളിൽ നിന്നുണ്ടാകേണ്ടതാ. വരയില്ലെന്നോർത്ത് ശിക്ഷയൊന്നുമില്ല, പക്ഷെ ബലമില്ലാത്ത വൃക്ഷത്തിന് കോടാലി വെച്ചിരിക്കുക. ബലമില്ലാത്ത വൃക്ഷത്തിന് കോടാലി വെച്ചു, അരുതാത്ത ബലം കായ്ക്കുന്നതിന്റെ ഗതിയോ അത് അതിനേക്കാൾ ഭയങ്കരമാണ്. അപ്പൊ ഫലമുള്ള ഒരു ജീവിതമാണ് ആത്മനിറവൻ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകയാൽ പ്രിയരെ, ഫലമുള്ള ഒരു ജീവിതത്തിനായി സമർപ്പിച്ച് അതിലൂടെയാ ഹോളി സ്പിരിറ്റിനെ ലോകം കാണുന്നത്. ഫലത്തെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, സ്വഭാവം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അത് നമ്മുടെ ക്വാളിറ്റിയെ, സ്വഭാവത്തെ കാണിക്കുന്നു. ഫലത്തിന്റെ മറുവശം നമ്മിലൂടെ ജനിക്കുന്ന ആത്മാക്കളാണ്. ഒരു വൃക്ഷത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്രൂട്ടിനും രണ്ടു വശമുണ്ട്. ഒന്ന് അതിന്റെ പുറമേ ഉള്ള നമ്മൾ ഭക്ഷിക്കുന്ന ഭാഗം, മറ്റൊന്ന് അതിന്റെ വിത്ത്. ആ വിത്തിനകത്തൊരു വൃക്ഷം നിപ്പുണ്ട്. ഒരു മാവിന്റെ ഫലം മറ്റൊരു മാവാണ്. മാങ്ങയാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു മാവിന്റെ ഫലം മറ്റൊരു മാവാണെങ്കിൽ ഒരു പെന്തിക്കോസ്തുകാരന്റെ ഫലം മറ്റൊരു പെന്തക്കോസ്തുകാരനാണ്. ഒരു വിശ്വാസിയുടെ ഫലം മറ്റൊരു വിശ്വാസിയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസി വന്നിട്ട് എത്ര വർഷമായി? ഓരോരുത്തരും കണക്ക് കൂട്ടി നോക്കുക. എത്ര ബലം കായ്ച്ചു? എത്ര പേര് നിങ്ങൾ നിമിത്തം സഭ വന്നു? അതിനെക്കുറിച്ച് ചോദ്യം ചെയ്ത് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തണം. എന്നിട്ട് ഒന്നുകൂടെ ചിന്തിക്കണം, ഞാൻ നിമിത്തം എത്ര പേര് സഭയിൽ നിന്ന് പോയി? ചിന്തിക്കണം. അതെല്ലാം ചിന്തിക്കുന്നത് നല്ലതാ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പാഠങ്ങളാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, യഥാർത്ഥത്തിൽ നിങ്ങൾ നിമിത്തം ഒരാളെങ്കിലും സഭയിൽ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ബലമില്ലാത്തൊരു വൃക്ഷമാണ്. നമ്മൾ കൈകൊട്ടി എന്നുള്ളത് ശരിയാണ്, അന്യഭാഷ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, അതെല്ലാം വേണം. ആ കാര്യത്തിൽ നമ്മളെല്ലാം ഒരേ ചിന്താഗതിക്കാരാണ്. പക്ഷെ ഫലത്തിലേക്ക് വരണം, ഫലത്തിലേക്ക് വരണം. ആത്മാക്കളെ നേടുന്നതാണ് ഫലം എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരാളെ കർത്താവിലേക്ക് നയിക്കുവാൻ നിങ്ങൾ സമർപ്പിക്കുമോ? ഈ പന്തൽ വിട്ടു പോകുന്നതിന് മുൻപ് ഒരു വ്യക്തിയെങ്കിലും യേശുവിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുമോ? അതാണ് ഫലം ഉള്ള ജീവിതം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്തത് അഞ്ചാമത്തെ കാര്യം അത് തന്നെയാ. അവിടെ വലിയ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ അസാധാരണ വിധമായ ആത്മാക്കളുടെ വർധനവ് സഭകളിൽ ഉണ്ടാകും. അതിന്റെ ഒരു സീസൺ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. IPCയുടെ ലെവല് ദൈവം മാറ്റാൻ പോകുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ നടന്ന കൺവെൻഷനിൽ ഒരു ദൈവദാസൻ പ്രതാപ് സിംഗ് പ്രവചിച്ചു പറഞ്ഞു, ഗ്രൗണ്ടിൽ കിടന്ന് കറങ്ങിയ കാലം കഴിഞ്ഞു, പറക്കുന്ന ഒരു കാലം IPCക്ക് ദൈവം വെച്ചിരിക്കുന്നുവെന്ന്. എല്ലാ ഹോളുകളും ആത്മാക്കളെ കൊണ്ട് നിറയുകയും വലിയ വലിയ സ്ഥാപനങ്ങൾ സഭയ്ക്കുണ്ടാകുകയും ചെയ്യുന്ന ഒരു സീസൺ അത്രേ ഇത്. വലിയ തോതിൽ ആത്മാക്കൾ ആകർഷിക്കപ്പെടുന്നു. ആത്മാക്കൾ വരുന്നത് ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടുമല്ല, പരിശുദ്ധാത്മാവ് ആകർഷിക്കുമ്പോഴാ. വചന പാണ്ഡിത്യം കൊണ്ടല്ല ആരും സഭ വന്നത്. വേദപുസ്തക സത്യങ്ങൾ മൂലഭാഷ പഠിച്ച് ബോധ്യപ്പെട്ടിട്ട് സ്നാനപ്പെട്ട ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ യോഗം ഒന്നിക്കണം. വേദപുസ്തക സത്യങ്ങൾ മൂലഭാഷ പരിശോധിച്ച് പഠിച്ചിട്ട് സ്നാനപ്പെട്ടതല്ല ഞാനും നിങ്ങളും. പരിശുദ്ധാത്മാവ് നമ്മളെ തള്ളി ഇതിനകത്ത് ഇട്ടതാ. പരിശുദ്ധാത്മാവ് നമ്മളെ ആകർഷിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവന്നതാ. ഒരു വലിയ ആത്മാക്കളുടെ കൊയ്ത്തിന്റെ വർഷം ദൈവം IPCക്ക് തരുന്നു. ആറാമത്തെ കാര്യം സങ്കടകരമായ ഒരു കാര്യമാണ്. അത് 12ാമത്തെ വാക്യം. അത് മാത്രം ഒന്നുകൂടി ഒന്ന് വായിക്കാമോ? 11. എന്നാൽ അതിന്റെ ചേറ്റുകണ്ടങ്ങളും
കുഴിനിലങ്ങളും പത്യമായി വരാതെ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. ഇത്രയും ഭയങ്കര ഒഴുക്കൊക്കെ നടന്നിട്ടും ഒരു മാറ്റവും വരാത്ത ഒരു ഭാഗമുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ടെന്നാ പറഞ്ഞേ. അത് മൈൻഡ് ചെയ്യണ്ട, അവിടെ കിടന്നോട്ടെ. സ്തോത്രം. അതിപ്പോ കാണാൻ എങ്ങും പോകണ്ട, നമ്മൾ തന്നെ ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ മതി. ഒരു മാറ്റം വരാത്ത ആളുകളില്ലേ? ഉണ്ട്. അത് കൈകൊട്ടിയ മാറ്റം വരുമോ? വരുവാണെങ്കിൽ പണ്ടേ പറഞ്ഞതല്ലേ, 90 കൊല്ലം കൈകൊട്ടിയതില്ലേ? മാറ്റം വരാത്ത ആളുകൾ ഈ ദൈവജനങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം? അല്ലേ? അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. ഒരു ചെറുപ്പക്കാരൻ ഒരു സഭയിലും ചേരുന്നില്ല. DL മോഡിയോട് പറഞ്ഞു, അച്ചായ ഞാൻ സഭ തപ്പി നടക്കുക, എല്ലാ സഭയിലും കുഴപ്പക്കാരാ, മാതൃകയില്ലാത്ത ആളുകളാ സഭയിൽ, അതുകൊണ്ട് ഒരു സഭയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, എത്ര വർഷമായി? 20 കൊല്ലമായി ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാമെന്ന്. മോഡി പറഞ്ഞു, ഇനി അഥവാ ഒരു സഭ കണ്ടാലും ബ്രദർ ചേരരുത്, ചേർന്ന് ആ സഭയിൽ കൂടെ പോകുമെന്ന് പറഞ്ഞു. എല്ലായിടത്തും കുഴപ്പക്കാർ കാണും. 12-ൽ 1 വെച്ച് കൂട്ടിക്കും. എന്നാ ഉണർവ് കാത്തിരിപ്പോ നടന്നാലും, പ്രവചന ദൂത് പറഞ്ഞാലും, ഇടിവെട്ടുന്ന മെസ്സേജ് പറഞ്ഞാലും, ആ കൂടെ കൈയൊക്കെ പൊക്കിയേച്ച് മാറ്റം വരാതെ ഇരിക്കുന്ന പുള്ളികൾ ഇതിനിടയിലുണ്ട്. മാറ്റം വരുത്തണേ വരുത്താം, വരുത്തണ്ട ആലോചിച്ച് തീരുമാനിക്കാം. അവരവർക്ക് അവകാശമുണ്ട്. ഇതുണ്ടെന്നുള്ളത് സത്യം. അത് എസെക്കിയേൽ 47 പറയുക, കുറെ ഭാഗം ഉപ്പുപടനയ്ക്കായി വിട്ടേരാ, അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. എന്നാൽ മാറ്റം വരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഒരു ശുദ്ധീകരണത്തിന്റെ സമയം ദൈവം തന്നിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നിറവും നമ്മുടെ ഇടയിൽ കത്തുമ്പോൾ, ജ്വലിക്കുമ്പോൾ, കർത്താവേ എനിക്ക് ഇതുവരെ ഒരു മാറ്റം വരാത്ത ആളാ, ഞാനൊരു അഭിനയമായിട്ടൊക്കെ നടക്കുക, എന്നിലേക്ക് ഒരു ആത്മനിറവിനെ അയക്കണമേ, എന്നിലേക്ക് ഒരു ശുദ്ധീകരണം അയക്കണമേ, എന്നിലേക്ക് ഒരു അഭിഷേകം അയക്കണമേ, കർത്താവേ എനിക്കൊരു വിശുദ്ധ ജീവിതത്തിനുള്ള ഒരു ആത്മശക്തി തരണമേ. യഥാർത്ഥത്തിൽ ഈ ആത്മശക്തി വേണ്ടത് വിശുദ്ധ ജീവിതത്തിനാ. വിശുദ്ധ ജീവിതം നയിക്കാനാ നമുക്ക് ആത്മശക്തി വേണ്ടത്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ, നമ്മുടെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനാ നമുക്ക് ആത്മശക്തി വേണ്ടത്. അതിന് ദൈവത്തോട് കരഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിഷേകം തരും. ഈ യൂദ ലേഖനം എഴുതി വരുമ്പോൾ അതിശക്തമായ സാഹിത്യങ്ങളാണ് യൂദയുടെ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. കൊച്ചു ലേഖനമാണ്. അങ്ങനെ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോ ഒരു പ്രയോഗം എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചു. അവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറ. ആ തർജ്ജമയ്ക്കകത്തൊരു ചെറിയ കുഴപ്പം പറ്റി. ചോറിനകത്ത് പാറയൊന്നുമില്ല, കല്ലുണ്ട്. ചോറിനകത്ത് പാറയുണ്ടോ? പാറ എന്ന് പറഞ്ഞാൽ വലിയ കയറി നിൽക്കാവുന്ന സ്ഥലമല്ലേ. അത് തർജ്ജമ ചെയ്തു വന്നപ്പോ കല്ലെന്നുള്ളത് പാറയായി പോയതാ. ചോറിനകത്ത് കല്ല്. അപ്പൊ അതെങ്ങനെ വന്നതാ? അത് വേഗറായപ്പോ കൊണ്ടിട്ടതല്ല, അരി ഇട്ടപ്പോ ഇട്ടതാ. അപ്പൊ തീ കത്തിച്ച് വെള്ളം തിളച്ചപ്പോൾ ഈ അരിയുടെ കൂടെ കിടന്ന് തിളച്ചു, ചാടി മറിയുന്ന കണ്ടിട്ടില്ലേ? അരി തിളച്ച് മറിയുമ്പോ ആ കൂടെ കിടന്നിങ്ങനെ മറിയ. അപ്പൊ നോക്കി നിൽക്കുന്നവരുടെ വിചാരം ഇത് ഈ പ്രാവശ്യം ശരിയാവുമെന്ന. ഈ പ്രാവശ്യം ഇത് ശരിയാവും, കാരണം മറിയുന്ന കണ്ടില്ലേ? എന്നാ മറിയുന്നത്? ഓ ഈ പ്രാവശ്യം ഇത് ശരിയാവും എന്ന് പറഞ്ഞ് എടുത്ത് കടിക്കുമ്പോ പല്ലങ്ങ് പോകും. അവിടെ സൂക്ഷിച്ച് കടിക്കണം. ശരിയാകാത്തതുണ്ട്. ഒരു വിഷയത്തോട് ഇടപെടുമ്പോഴാണ് കല്ലാണോ അതോ ഹൃദയമാണോ എന്നറിയുന്നത്, മാംസമാണോ എന്നറിയുന്നത്. കാര്യത്തോടടുക്കുമ്പോൾ തനി നിറം വെളിപ്പെട്ടു വരും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ തീക്കകത്തോട്ട് വിട്ടുകൊട. ഈ ദിവസങ്ങളിൽ ഇതൊന്ന് വേഗട്ടെ, ഇതൊന്ന് ശരിക്ക് വേഗട്ടെ. ഞാൻ പ്രവചിച്ചു പറയുന്നു, ഒരു പക്ഷേ ഒരു ന്യായവിധി മാറിപ്പോകാൻ ദൈവത്തിന്റെ മുന്നറിയിപ്പായിരിക്കും ഇത്. ഇത് ദൈവത്തിന്റെ തീയ. ഇവിടെ കിടന്ന് കളിച്ചാൽ നീക്കുവാക്കില്ലാത്ത ന്യായവിധി, നീക്കുവാക്കില്ലാത്ത ന്യായവിധി. ഉടബല റികബലധര.
ഇവിടെ ചില ദിവസങ്ങളായി ദൈവത്തിന്റെ തീ കത്തുക. ഇതിനിടെ കിടന്ന് വെറുതെ ചാടരുത്. നിനക്കൊരു മാറ്റം വരണം. നിനക്കൊരു മാറ്റം വരണം. അധിക ദിവസം നമുക്ക് ആരെയും പറ്റിക്കാൻ ഒക്കുകയില്ല. കുറെ ദിവസം കുറെ പേരെ പറ്റിക്കാം. എന്നാൽ അധിക ദിവസം ആർക്കും ആരെയും പറ്റിക്കാൻ ഒക്കുകയില്ല. ഇത് വെളിപ്പെടുന്ന സമയം വന്നിരിക്കുന്നു. കല്ലേതാ ചോറേതാ എന്ന് വെളിപ്പെടുന്ന സമയം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഏൽപ്പിച്ചോട്, എന്റെ കർത്താവേ എനിക്കൊരു മാറ്റം വരുത്തണമേ. Praise the Lord. ഏഴാമത്തെ കാര്യം, 12ാമത്തെ വാക്യം. എന്നും പുതുക്കം, മാസം തോറും പുതിയ ഫലം. മാസം തോറും പുതിയ ഫലം എന്ന് പറഞ്ഞാൽ എല്ലാ വൃക്ഷത്തിലും പഴയ ഫലം കായ്ക്കുന്നില്ലല്ലോ. കഴിഞ്ഞ വർഷം കായ്ച്ച മാങ്ങ അല്ലല്ലോ, അത് ഷെയ്പ്പാണെങ്കിലും മാങ്ങ വേറെയല്ലേ. പുതിയ ഫലം എന്ന് ഇവിടെ പറഞ്ഞാൽ ഒരു പക്ഷെ അതിനപ്പുറം കടന്നായിരിക്കും. മാങ്ങ തന്നെ ആയിരിക്കില്ല. നിനക്ക് ആവശ്യമുള്ളതെല്ലാം അതേ വരുമെന്ന്. പുതുക്കം. വൃക്ഷം അങ്ങ് വിട്ടരുത്, നമ്മളിലേക്ക് വരാം. പുതുക്കം. മനഃശാസ്ത്രപരമായ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു മനുഷ്യൻ ഒരു കുട്ടിയോട് ചോദിച്ചു, നിനക്ക് ഒരു നദിയിൽ എത്ര പ്രാവശ്യം ഇറങ്ങാമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇറങ്ങാം. അവനോട് ഇരുന്നോളം പറഞ്ഞു. അടുത്ത ആളോട് ചോദിച്ചു, നിനക്കൊരു നദിയിൽ എത്ര പ്രാവശ്യം ഇറങ്ങാം? അവൻ പറഞ്ഞു, ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യമൊക്കെ ഞാൻ ഇറങ്ങും. ആർക്കും ഉത്തരം കിട്ടിയില്ല. ആ പ്രൊഫസർ പറഞ്ഞു, ഒരു നദിയിൽ ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ഇറങ്ങാൻ പറ്റുള്ളൂ. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പുള്ളി പറഞ്ഞു, നീ ഇറങ്ങുമ്പോൾ ഉള്ള വെള്ളം പിന്നെ അവിടെ ഇല്ല, അത് ഒഴുകിപ്പോയി. പിന്നെ നീ ഇറങ്ങാൻ വന്നപ്പോൾ വേറെ വെള്ളം അവിടെ. ഒരു നദിയിൽ ഒരു പ്രാവശ്യം നിനക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ നദിയുടെ ആ ഒഴുകിപ്പോയ ചാലിനകത്ത് നിനക്ക് പല പ്രാവശ്യം ഇറങ്ങാം. പക്ഷെ നീ ഇറങ്ങുമ്പോഴുള്ള വെള്ളമല്ലേ അതിനെ നദിയാക്കിയത്. ആ നദിയിൽ നിനക്ക് ഒന്നേ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഇറങ്ങുമ്പോഴോ വേറെ നദിയാ അത് എന്ന് പറഞ്ഞാൽ വേറെ വെള്ളമാത്. പിന്നെ ഇറങ്ങിയപ്പോഴോ അതും വേറെയാ. ഇനി ഇന്നിറങ്ങുമ്പോഴോ അതും വേറെയാ. ചിന്തിച്ചോ, ശരിയാണോ? നിങ്ങൾ ഇറങ്ങുമ്പോഴുള്ള വെള്ളം പോയി, അടുത്ത ദിവസം ഇറങ്ങുമ്പോൾ വേറെ വെള്ളം വന്നു. എന്നും പുതിയ വെള്ളത്തിലാ നിങ്ങൾ ഇറങ്ങുന്നേ. എന്നും പുതിയതാ. പരിശുദ്ധാത്മ നിറവ് എന്നും പുതിയതാ. എന്നും നിന്നെ പുത്തനാക്കുന്ന ഒരു ശക്തിയേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴായി ബൈബിളിന്റെ വചനം പുത്തനാകുന്നത്. അല്ലെങ്കിൽ ഈ 2000 കൊല്ലമൊക്കെ പ്രസംഗിച്ചാൽ പിന്നെ ഈ പുസ്തകം ആരെങ്കിലും വായിക്കൂ? ഇതിനകത്ത് പുതുക്ക ഇല്ലെങ്കിൽ നമ്മൾ വായിക്കൂ? ഇന്ന് രാത്രിയിൽ ഇത് പുത്തനായിട്ട് നമ്മോട് ഇടപെടുക. അപ്പൊ ഈ വചനം പുതുക്കി നമുക്ക് തരുന്നത് അക്ഷരത്തിന്റെ പഴക്കം, ആത്മാവിന്റെ പുതുക്കം. അക്ഷരത്തിന് പഴക്കമുണ്ട്, ആത്മാവ് അതിൽ വ്യാപരിക്കുമ്പോൾ പുതുക്കമുണ്ട്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഒരു പുതുക്കത്തിന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഒരാത്മാവിന്റെ പുതുക്കത്തിന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ആത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ചിന്തകളെ പുതുക്കുന്നു, അത് നമ്മുടെ കാഴ്ചപ്പാടിനെ പുതുക്കുന്നു, അത് നമ്മുടെ ശാരീരിക സ്ഥിതിയെ പുതുക്കുന്നു. അത് നമുക്ക് സൗഖ്യം തരുന്നു, അത് നമുക്ക് ചൈതന്യം തരുന്നു, അത് നമുക്ക് അനുതാപം തരുന്നു, അത് നമുക്ക് മാനസാന്തരം തരുന്നു, അത് നമ്മെ തകർക്കുന്നു, അത് നമ്മെ ഉടയ്ക്കുന്നു. എന്നും പുതുക്കം തരുന്നതാണ് ഈ പരിശുദ്ധാത്മ നിറവിന്റെ അനുഭവം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എനിക്കൊരു പുതുക്കം വേണം എന്ന് എത്ര പേര് പറയും? കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു പുതുക്കം വേണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പ്രസംഗിച്ചാലും പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളുടെ മേൽ പതിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ശരിയായ ചേഞ്ച് സംഭവിക്കത്തുള്ളൂ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ ഒരു വ്യാപാരം നിങ്ങളുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ അത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ആത്മാവിൽ അത് നിങ്ങൾക്കറിയാം. അതറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു, അതറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതുക്കത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം
കൈകൾ ഉയർത്തിപ്പിടിച്ചോ, കൈകൾ ഉയർത്തിപ്പിടിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വായ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പന്തലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വന്നു നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി, അപ്പച്ചന്മാർക്ക് വേണ്ടി, അമ്മച്ചിമാർക്ക് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി, പാസ്റ്റർമാർക്ക് വേണ്ടി, സുവിശേഷകന്മാർക്ക് വേണ്ടി, ബൈബിൾ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കർത്താവേ, സീനിയർ പാസ്റ്റേഴ്സിന് വേണ്ടി, ശരീരത്തിൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി, മനോവേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, ദുഃഖിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി, നിരാശപ്പെട്ടവർക്ക് വേണ്ടി, മനം മടുത്തിരിക്കുന്നവർക്ക് വേണ്ടി, കൺഫ്യൂഷനിലിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. ദൈവത്തിന്റെ കാറ്റ് ഈ ജനത്തിന്റെ മേൽ ഊതുക. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന എല്ലാവർക്കും ഒരു പുതുക്കം അവരുടെ ശരീരത്തിൽ അവർ അറിയാൻ ഇപ്പോൾ അനുവദിക്കണമേ. അവരുടെ മനസ്സിൽ അവരത് അറിയാൻ ഇപ്പോൾ അനുവദിക്കണമേ. ആത്മാവിന്റെ ഒരു പുതുക്കം, അഭിഷേകത്തിന്റെ ഒരു പുതുക്കം ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ അയക്കണമേ. അവരത് ശരീരത്തിൽ അറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. രോഗശാന്തിയായി അത് വെളിപ്പെട്ടിട്ട് വരട്ടെ. അശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവർക്ക് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ. കരങ്ങൾ അടിച്ച് കയറിനോട് ചേർത്ത് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ോയമല്ല കരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുക. മുട്ടോളമല്ല കരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുക. നീന്തല്ലാതെ കടപ്പന്മയാത്ര നീരുറവയുന്നു തുറക്കണത. നീന്തല്ലാതെ കടപ്പന്മയാത്ര നീരുറവയുന്നു തുറക്കണത. പെന്തക്കോസ്തുനാളിൽ ഉന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ ഉന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, ചിന്തനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, ചിന്തനമുണർന്നു വേല ചെയ്യുവാൻ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലേ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലേ. ആത്മാവിൽ സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിത്തല്ലിൽ കയറ്റാം, ദൈവനാമം ആത്മാവിൽ സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിത്തല്ലിൽ കയറ്റാം, ദൈവനാമം പരമപിതാവേ പിന്മഴ നൽകാം.
സുന്ദരമായി ഉന്മഴ പെയ്യിച്ച പരമപിതാവേ നിന്നടമല്ലാതെ പെന്തക്കോസ്തുമായി ഉന്മഴ പെയ്യിച്ച പരമപിതാവേ നിന്നടമല്ലാതെ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്തെ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്തെ ആത്മാവിൽ സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആദിത്യനു കയറ്റാം
Hallelujah, 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 hallelujah. Praise the Lord. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി.ഡി. തോമസ് മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. കരുണാസമ്പന്നനാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ അനുഗ്രഹീത രാത്രിയുടെ വിളിക്കാൻ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മഹാരാജാവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന സമയം മുതൽ ഇതുവരെ ഞങ്ങളോട് കൂടെ ഇരിക്കുകയും തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധന്മാവിന്റെ ആഴത്തെ കുറിച്ച് ഇന്ന് രാത്രി കേൾക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ആത്മാവിനെ കുറിച്ച് പഠിക്കുക മാത്രമല്ല, ആത്മാവിന്റെ പ്രവർത്തനങ്ങളാൽ ഞങ്ങൾ അലങ്കരിക്കപ്പെട്ടവരായിട്ട് നിന്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ തിരുമേനി കൃപ നൽകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പന്തലിൽ നിന്റെ അഭിഷേകത്തിന് മാറി അയക്കുവാൻ നിനക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, കർത്താവേ, തുടർന്നുള്ള ദിവസങ്ങളിലും നിന്റെ വലിയ സാന്നിധ്യം ഈ പന്തലിൽ അനുഭവിക്കുവാൻ തിരുമേനി കൃപ നൽകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അഭിഷക്തന്മാരെ ശുശ്രൂഷിപ്പാൻ കരങ്ങളെടുത്തത് കൊണ്ട് ഞങ്ങളെ വാഴ്ത്തുന്നു. തിരുമേനി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിനായി സകലം ചെയ്താട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നിനക്ക് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച വിശുദ്ധ പരിശുദ്ധന്മാരുടെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ഭൂതലങ്ങളുള്ള സകല വിശുദ്ധന്മാരോടും തുടർന്ന് നടക്കുന്ന മീറ്റിംഗിനോടും അവിടുത്തെ കൃപയും സമാധാനം ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ക്രിസ്തുയേശുവിൽ ചെന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ.